തിരുവനന്തപുരം നഗരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് 2 ദിവസമാകുന്നു. അറ്റകുറ്റപ്പണിക്കായി അരുവിക്കരയിലെ പ്ലാന്റ് താൽക്കാലികമായി അടച്ചതും തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ പ്രവർത്തനങ്ങളെ തുടർന്നുമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. ഇന്നലെ ഉച്ചയോടെ നഗരത്തിൽ ജലവിതരണം പുനരാരംഭിക്കുമെന്നാണ് ജല അതോറിറ്റി ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് ഇന്ന് രാവിലെ വിതരണം തുടങ്ങുമെന്നും അറിയിച്ചു. എന്നാൽ ഇതുവരെ നഗരത്തിൽ വെള്ളമെത്തിയിട്ടില്ല. അരുവിക്കര പ്ലാന്റിലെ അറ്റകുറ്റപ്പണികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ് വിവരം. സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ജലവിതരണത്തെ ബാധിക്കുന്നുണ്ട്. ജലവിതരണം പുനരാരംഭിക്കുന്നത് വൈകാനാണ് സാധ്യത. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 33 വാർഡുകളിൽ പൂർണ്ണമായും 12 വാർഡുകളിൽ ഭാഗികമായും ശുദ്ധജല വിതരണം മുടങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലും നഗരസഭയും ജല അതോറിറ്റിയും ടാങ്കറുകളിൽ വെള്ളമെത്തിക്കുന്നുണ്ട്. ഇന്നലെ സെക്രട്ടേറിയറ്റിലെ ജലവിതരണം മുടങ്ങിയിരുന്നു. ഉച്ചയോടെയാണ് സെക്രട്ടേറിയറ്റിൽ ടാങ്കുകളിൽ വെള്ളമെത്തിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സെക്രട്ടേറിയറ്റിൽ യോഗം ചേരും. 24 തിരുവനന്തപുരം.